ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ ഞാൻ വളരെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് വേണ്ടി മാത്രം ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമോ അല്ലയോ എന്നുള്ളത്. ഹൈഡ്രോനൈറ്റിസ് സപ്പോർട്ടീവിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അനുഭവം, ഞാൻ സഫർ ചെയ്യുന്ന കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പിന്നെ ഫൈനലി എടുത്ത ട്രീറ്റ്മെൻറ്റ്, അതിൽ നിന്ന് വന്ന റിസൾട്ട്, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് വളരെ സങ്കടം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതൊരു 3-4 പേരെങ്കിലും അവർക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ അവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ കൗണ്ട് തെറ്റല്ലെങ്കിൽ ഏകദേശം ഒരു 100-150 പേരോളം എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലും അല്ലാണ്ടൊക്കെ ആയിട്ട്. ഞാൻ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ശില്പ ഈ വീഡിയോ ചെയ്തപ്പോഴാണ് ഭയങ്കര റിലീഫ് കിട്ടിയത്. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, ശില്പയും ഇത് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്, ശില്പ സൊല്യൂഷൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് പേര്, എനിക്ക് പ്രായമുള്ള ഒരു അമ്മുമ്മയുടെ മെസ്സേജ് വരെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൊച്ചുമകൻ ഇത്രയും വർഷങ്ങളായിട്ട് സഫർ ചെയ്യുന്നതിനെക്കുറിച്ച്, അതായത് അവരുടെ കൺസേൺ വളരെ ജെനുവിൻ ആയിരുന്നു. കാരണം അവനൊന്നും ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നതും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മെസ്സേജസ് എല്ലാം എടുത്തിട്ട് നിങ്ങളെ കാണിച്ച് തരണം എന്നുണ്ട്. സോ ദാറ്റ് യു ഓൾസോ നോ ദാറ്റ് യു ആർ നോട്ട് അലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ബാറ്റിൽ എന്നുള്ളത്. പക്ഷെ അത് അവരുടെ പ്രൈവസി അല്ലേ, അത് പേര് മറച്ചിട്ടാണെങ്കിൽ പോലും അവരുടെ കണ്ടീഷൻ പറയുമ്പോൾ അവർക്ക് വിഷമാവില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫോട്ടോസ് വരെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. ഐ എം റിയലി സോറി ദറ്റ് സോ മെനി ഓഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ് ആൻഡ് ഹാവ് ഗോൺ ത്രൂ ദിസ്. അതിൽ കുറേ പേര് എൻ്റെ അടുത്ത് സർവൈവേഴ്സായിട്ട് വന്നവരും കുറേ ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈക്ക് ശില്പയ്ക്ക് എഗ്സ് ആയിരുന്നെങ്കിൽ എനിക്കിതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ്, ശില്പ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഡയറ്ററി ഫുഡ് എന്താണ്, ഹൈഡ്രോനൈറ്റിസ് സപ്പോർട്ടീവ് പേഷ്യൻസിന് മാത്രമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യാം എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഞാൻ പേഴ്സണലി ഒരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് തന്നെ മെഡിക്കലി എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ അർഹതയില്ല. എനിക്കത് വായിച്ചിട്ടാണെങ്കിലും ഞാനത് പറയാൻ ഉള്ള ഇതില്ല. ബട്ട് ആസ് someone who has been a patient over the years, someone who's been through surgeries for the same condition, someone who has actually found my way out of this trauma, ആ ഒരു നിലയിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൻ്റെ ഇതിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്, പിന്നെ ഓഫ്കോഴ്സ് വിഷ്ണുവിന് ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആളുടെ അടുത്തൊന്നും എനിക്ക് ഒരുപാട് ടിപ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ ഷെയർ ചെയ്യാണ്. മെയിനായിട്ടും നമ്മുടെ സ്പെഷ്യലി എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ, അതായത് 30+ വരുന്ന ആൾക്കാർ, അവർക്കാണ് ഈ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ആയിട്ടും ഞാൻ പറയുന്ന ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റൂ. കാരണം 20s നമ്മൾ കഴിക്കുന്നതും നമ്മൾക്ക് ബോഡി റിയാക്ട് ചെയ്യുന്നത് പോലെയല്ല പിന്നീട് ഉണ്ടാവാൻ പോകുന്നത്. സോ 20s ആൾക്കാർ, 12 വയസ്സിലെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചു. 12 വയസ്സിലൊരു കുട്ടി ഹൈഡ്രോനൈറ്റിസ് സപ്പോർട്ടീവ് സഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും, ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യും നല്ല രീതിയിൽ ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ above 25, above 30, above 40 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. മെയിനായിട്ടും ഇപ്പം ചിക്കൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതിന് നമ്മൾ കഴിക്കുമ്പം ചൂട് വരും എന്നൊക്കെ നമ്മൾ പറയില്ലേ, പക്ഷെ അതൊരു വളരെ കൺട്രോൾ പോർഷനിലാണ്, പ്രോസസ്ഡ് അല്ലാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷെ നേരെ മറിച്ച് റെഡ് മീറ്റ്, അതായത് ബീഫ് തുടങ്ങിയ കുറേ ഐറ്റംസ് നമ്മൾ സ്റ്റേക്ക് പോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടോ റോ ആയിട്ടോ ഒക്കെ നമ്മൾ കഴിക്കുമ്പം അത് ഭയങ്കരമായിട്ട് നമ്മുടെ HSൻ്റെ ഹൈഡ്രോനൈറ്റിസ് സപ്പോർട്ടീവിൻ്റെ ഇൻഫ്ലമേഷൻ ഒത്തിരി ട്രിഗർ ചെയ്യും. പിന്നെ മെയിനായിട്ടും ഒത്തിരി പേർക്ക് ഡിഫറൻസ് കാണുന്നത്, എനിക്ക് തോന്നുന്നു എനിക്കും ആ വഴിയാണ് ഡിഫറൻസ് കണ്ടത്, ഡയറി പ്രോഡക്ട്സ്. ഓക്കെ, അതായത് മുട്ട, ഒരു ദിവസം 3-4 മുട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഞാനായിരുന്നു. മുട്ട കഴിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കാൻ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ലൈഫ് ലോങ് ഇനി മുതൽ മുട്ട കഴിക്കില്ല എന്ന് തീരുമാനിച്ചപ്പോൾ വളരെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ യു നോ വാട്ട് ഈസ് ദ ഗുഡ് ന്യൂസ്? that I don't miss it so much now. നമ്മളിപ്പോൾ കേക്ക് കഴിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ആ കഴിക്കുന്ന ഒരു ചെറിയ പീസിൽ നമുക്ക് എഫക്റ്റ് വരണമെന്നില്ല. അപ്പം ഐ വുഡൻറ്റ് സേ എന്താ പറയുക, മുട്ട ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, അങ്ങനെ ഞാൻ പറയില്ല. ഇപ്പോൾ ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഫോമിലാണെങ്കിൽ ബുൾസൈ, ഓംലെറ്റ്, ബോയിൽഡ് എഗ്ഗ്, മുട്ടക്കറി, ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ആ എഗ്ഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ് യു. എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, പാല് എന്ന് വെച്ചാൽ ഞാൻ വെറും പാലിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, ചായ,
ചായ ഇല്ലാണ്ട് രാവിലെ ഒരു തുടക്കം എനിക്കില്ല എന്ന് വിചാരിച്ച ഞാനായിരുന്നു. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടീ എനിമോർ. എനിക്ക് ചായ അല്ലെങ്കിൽ പാൽ കാപ്പി എന്നൊന്നും എനിക്കിപ്പോൾ വേണ്ട. അത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രമല്ല, എനിക്ക് അതിനോടുള്ള താല്പര്യം പോയി. മെയിൻലി ബിക്കോസ് there's a lot of control in calorie that can also happen with avoiding milk products. നമ്മൾ ഇപ്പം വർക്കൗട്ടിന് പോവുകയാണെങ്കിൽ നമ്മൾ ട്രെയിനേഴ്സ് വരെ നമ്മുടെ അടുത്ത് പറയും പറ്റുമെങ്കിൽ പാലില്ലാത്തത് ഒന്ന് കുടിച്ചു നോക്കുക, പറ്റുമെങ്കിൽ ഷുഗർ ഇല്ലാത്തത് കഴിച്ചു നോക്കുക. അത് പറയുന്ന പോലെ തന്നെ നിങ്ങളൊരു ഒരു കുറച്ച് ദിവസത്തെ ഒരു കാര്യമുള്ളൂ. ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിക്കും ഓക്കെ അപ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കില്ല അല്ലേ എന്നുള്ള സൈക്കോളജിക്കൽ തെറ്റിദ്ധാരണ വരെ നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങളത് അവോയ്ഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്കത് വേണ്ടി വരില്ല. പണ്ടൊക്കെ ഞാൻ വരെ വിചാരിച്ചിട്ടുണ്ട് കട്ടൻ കാപ്പി എങ്ങനെയാണ് ഷുഗർ ഇല്ലാണ്ട് ഒരാൾ കുടിക്കുന്നതെന്ന്. ഇപ്പം എൻ്റെ സോഴ്സ് ഓഫ് സേവിയർ ആണ് കട്ടൻ കാപ്പി വിത്തൗട്ട് ഷുഗർ എന്ന് പറയുന്നത്. എനിക്ക് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ ഇസ് മൈ ഗോ ടു. ഐ ക്യാൻ ഹാവ് ഇറ്റ് ലൈക്ക് 3 or 4 of them. അത് കാലറി വൈസ് ഒട്ടും എന്നെ എഫക്റ്റ് ചെയ്യില്ല. അതേസമയം എനിക്ക് കിട്ടാവുന്ന എനർജി കിട്ടുന്നുണ്ട്. എന്നെ ഹാംഫുൾ ആയിട്ട് എൻ്റെ ബോഡിക്ക് അത് റിയാക്ഷൻ കൊടുക്കാറില്ല. ബിക്കോസ് ദർ ഇസ് നോ മിൽക്ക്, ദർ ഇസ് നോ ഷുഗർ. അപ്പം അത് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ സഫർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ട്രസ്റ്റ് മീ. ഐ ആം someone who never imagined I can avoid tea or coffee. പക്ഷേ I am doing great without it. Okay. ബ്ലാക്ക് കോഫി യെസ് ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. ഗ്രീൻ ടീ യെസ് ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. ഇപ്പം ടീക്ക് പകരം നിങ്ങൾക്ക് ഇപ്പം പാൽ ചായ പറ്റേയില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റേയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാലൊന്ന് മാറ്റി പിടിക്കണം. പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് യൂസ് ചെയ്യണം. ആൽമണ്ട് മിൽക്ക് അല്ലെങ്കിൽ ഓട്ട് മിൽക്ക് തുടങ്ങിയ കാര്യങ്ങൾ, നമ്മൾ സോയ മിൽക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ചായ ഉണ്ടാക്കാം. പക്ഷെ ആ ചായക്ക് ടേസ്റ്റ് വേറെ ആയിരിക്കും. എന്തിനാ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുടിക്കേണ്ട ആവശ്യം? അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പം ഒരു കട്ടൻ ചായ കുടിക്കുകയാണ്, അതിൽ ഇച്ചിരി ഒരു ജാഗരി, നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു ജാഗരി ഇട്ടിട്ട് നിങ്ങൾ കുടിച്ചു നോക്കുക. അത് തൽക്കാല ആശ്വാസത്തേക്ക് അത് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പിന്നെ പതിയെ അങ്ങനെ പെട്ടെന്നൊരു ദിവസം നിർത്തണമെന്നില്ല. അങ്ങനെ നമുക്ക് മാറ്റാൻ ഒത്തിരി സഹായിക്കും. എന്നെ എങ്ങനെയാണ് മാറ്റുക? കുറേ നാൾ ഞാൻ ബ്ലാക്ക് കോഫി വിത്ത് ജാഗരി ഇട്ട് നോക്കി, അത് മാത്രം കുടിച്ചു. പിന്നെ ഞാൻ ജാഗരി ഒരു ദിവസം വെറുതെ അവോയ്ഡ് ചെയ്തു. I was fine with it and now I can only have it without sugar or jaggery. എന്നെ ശരിക്കും എനിക്ക് തന്നിട്ടുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെയുള്ള നെക്സ്റ്റ് കാര്യം പ്രോസസ്ഡ് ഫുഡ്. ഇപ്പം നഗറ്റ്സ്, ബർഗർ, അതുപോലെ പിസ്സ, ഇതിലൊക്കെ വരുന്ന ഈ മൈദയാണെങ്കിലും ഇപ്പം ഈസ്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ ഇൻസുലിൻ ഭയങ്കരമായിട്ട് കൂട്ടും. ഇപ്പോൾ ഡയറി പ്രൊഡക്ട്സിൽ പാൽ പ്രൊഡക്ട്സിനൊക്കെ ആണെന്നെങ്കിലും നമ്മുടെ ഇൻസുലിൻ ലെവൽസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോനൈറ്റ് സെപ്പറേറ്റീവിൻ്റെ ഇൻഫ്ലമേഷൻ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇത് സഫർ ചെയ്തിട്ടുള്ളവർക്കറിയാം, ചെറിയ ഇൻഫ്ലമേഷൻ മുതൽ വലിയ ലംസ് വരെ നമുക്ക് ഉണ്ടാവാം. അപ്പം ഡയറ്റ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. പിന്നെ ബേക്കറി ഫുഡ്സ്, ഡോണട്ട്സ്, ഐസ്ക്രീംസ്, ഇപ്പം നമ്മൾ ഈ സ്വീറ്റ് ബൺ, ക്രീം ബൺ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് സങ്കടമാണ് വരുന്നത്. കാരണം ഞാനിത് കഴിക്കില്ല. കാരണം ഇത് എനിക്ക് വേണമെങ്കിൽ കഴിക്കാം. അവർ എന്താ പറയുക, സ്നേഹം കൊണ്ട് നമുക്ക് ഓരോരുത്തരും കൊണ്ടുതരും. പക്ഷേ അത് കഴിച്ചിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ആലോചിച്ചാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, അപ്പം തന്നെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് കഴിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളത് കൊടുത്താൽ അങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട. പക്ഷെ അങ്ങനെ നമ്മളത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ വേറൊരു കാര്യം, കുറേ പേര് സഫർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പം ഞാനൊരു വെജിറ്റേറിയൻ ആയപ്പോഴാണ് എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലായത്. അതായത് ആയുർവേദ മെഡിക്കേഷൻ എടുക്കണ സമയത്ത് ആ ഒരു പദ്യം ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ചിക്കൻ കഴിക്കാൻ പാടില്ല, എഗ്ഗ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഡയറ്റിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം മെഡിസിൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞെങ്കിലും വീണ്ടും അതേ പാറ്റേണിലാണ് ഞാൻ എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊന്നിരിക്കും, ഫിഷ് കഴിച്ചുകൊന്നിരിക്കും. ഫിഷ് ഞാനൊരു എവറി മീലിൽ ഉച്ചയ്ക്ക് ഞാൻ എടുക്കാറുണ്ട്, എവറി ഡേ എടുക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പോവാം. നമുക്ക് ഈ ചിക്കനോടും ഫിഷിനോടും വളരെയധികം ക്രേസുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അത് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ബർഗേഴ്സ് കഴിച്ചിട്ടോ KFC കഴിച്ചിട്ടോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പ്രോസസ്ഡ് മീറ്റ് നമ്മൾ ഒരിക്കലും ഹൈഡ്രോനൈറ്റ് സെപ്പറേറ്റീവ് ഉള്ള പേഷ്യൻസ് കഴിക്കാനേ പാടില്ല. ഓക്കെ. നേരെ മറിച്ച് ഒമേഗ 3 ഉള്ള മത്സ്യങ്ങൾ, അതായത് ചാള, അയല, സാമൻ,
പിന്നെ ഹിൽസ ഫിഷ് എന്നുണ്ട്, നമ്മൾ ഈ കൊൽക്കത്തയിലൊക്കെ കിട്ടും, ഭയങ്കര ടേസ്റ്റാണ് അതിന്. അപ്പോൾ അത് അവിടെ താമസിക്കുന്നവർക്ക് അത് അങ്ങനെ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ അത് കിട്ടും. അവിടെ കിട്ടുമെങ്കിൽ അത് ഭയങ്കര നല്ലതാണ്. സാമൺ ഫിഷ് നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ സാമൺ ഓർഡർ ചെയ്താൽ കിട്ടും. പക്ഷേ ഇപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് അതൊന്നും അവൈലബിൾ അല്ലാത്ത കുറച്ചൊരു വില്ലേജ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് അങ്ങനെ പോയി ഓർഡർ ചെയ്യാനോ കൊണ്ടുവരാനോ ഒന്നും ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ചാളമീൻ എന്തോരം ഒമേഗ 3 ഉണ്ടെന്നറിയോ. അതുപോലെ തന്നെ അയല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുഡായിട്ട് നമ്മൾ നമ്മുടെ ലഞ്ച് എടുക്കാവുന്നതാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും ബെസ്റ്റ് ഇസ് ടു ഹാവ് എ ലോഡ് ഓഫ് ഫൈബർ. ഓക്കെ, അത് കിട്ടാൻ നമുക്ക് ഓട്സിലൂടെയാണ്. അത് പ്രത്യേകിച്ചും സ്റ്റീൽ കട്ട് ഓട്സ്. അത് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് അറിയാം. ശില്പ ഓട്സ് സ്മൂതി റെസിപ്പി അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. 2 പ്രത്യേക തരം ഓട്സ്, പോസ്റ്റ്പാർട്ടമിൻ്റെയും അതല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് അത് അറിയാം. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ അവിടെ പോകും, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരെണ്ണം പറഞ്ഞുതരാം. നല്ലപോലെ സ്റ്റീൽ കട്ട് ഓട്സ് വെള്ളത്തിൽ രാത്രി ഇടുക, പിറ്റേ ദിവസം രാവിലെ എണീക്കുക, ആ വെള്ളം മാറ്റുക, അത് കുറച്ചൊന്ന് ബോയിൽ ചെയ്യുക. ആൽമണ്ട് മിൽക്കോ ഓട്സ് മിൽക്കോ എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ചൊന്ന് ബോയിൽ ചെയ്തിട്ട് നമ്മുടെ ബെറീസ്, ഇപ്പോൾ ബ്ലൂബെറി ആണെങ്കിലും നട്ട്സ്, ആൽമണ്ട്സ്, വാൾനട്ട്സ് എല്ലാം നമുക്കിടാം. ചിയ സീഡ്സും ഇടാം. ചിയ സീഡ്സ് ഒരു കിഡിലൻ ഫുഡാണ്, ഒരു കിഡിലൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് തരം ഫുഡ് ഉണ്ടാക്കുമ്പോൾ, സാലഡ്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്സ് ഉണ്ടാക്കുമ്പോൾ, ഒരു ചെറിയൊരു റൈസ് ബോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചിയ സീഡ്സ് വളരെ നല്ലതാണ്. അപ്പോൾ ചിയ സീഡ്സ് എന്തായാലും നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ എക്സ്പെൻസീവ് ഫുഡല്ലേ, ഇതിനൊക്കെ ഒരുപാട് കാശാവില്ല. നെവർ. ഞാൻ പറയുന്നത് നല്ലൊരു എന്താ പറയുക, 3 നേരവും വളരെ എക്സ്ക്ലൂസീവ് ക്യൂസീനൊന്നും നിങ്ങളാക്കണ്ട. ഒരു എക്സ്ക്വിസിറ്റ് ലഞ്ച് ടൈം ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് എല്ലാ ദിവസവും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിയ സീഡ്സ് വെച്ചിട്ടുള്ള ഓട്സ്, അതിൽ സ്റ്റീൽ കട്ട് ഓട്സ്, റോൾഡ് ഓട്സ്. ഇപ്പോൾ തലേ ദിവസം വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റോൾഡ് ഓട്സ് തന്നെ നമുക്ക് അന്നത്തെ ദിവസം കുക്ക് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഈ ആൽമണ്ട്സും ഒക്കെ വെക്കാം. ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. HS പേഷ്യൻസിന് പ്രത്യേകിച്ചും ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വരാതിരിക്കാനും ഫൈബർ ഒരു വളരെ നല്ല കണ്ടന്റ് ആണ്. പിന്നെ നൈറ്റ് ഷെയ്ഡ് ഫാമിലിയിൽ വരുന്ന ഫുഡ് പറയും, അതായത് തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ വഴുതനിങ്ങ. അപ്പോൾ ഈ നൈറ്റ് ഷെയ്ഡ്സിനകത്ത് വരുന്ന വെജിറ്റബിൾസിലൊക്കെ ഈ സോലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇൻഫ്ലമേഷൻ കൂട്ടാൻ ഒത്തിരി പ്രലോഭനങ്ങൾ ഉണ്ടാക്കും അങ്ങനത്തെ ഫുഡ്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ എക്സ്ട്രീം കേസസിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. ഞാനൊക്കെ തക്കാളി ഇപ്പോഴും എല്ലാ മീൽസിലും ഉപയോഗിക്കും, എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതുവരെ കുഴപ്പമുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ച സാധനത്തിൻ്റെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, മൊബൈലിലോ എന്തെങ്കിലും എഴുതി വെക്കാം. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ കഴിക്കുന്ന ഓർക്കാം. നിങ്ങൾക്ക് ഈ ഇൻഫ്ലമേഷൻ വരുന്നു, കുറച്ചും കൂടി വലുതാവുന്നു, ട്രിഗർ ആവുന്നു എന്ന് തോന്നുന്നത് ആ മീലിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇതിൽ ഏതിലാണ് വരുന്നത് എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് റെക്കഗ്നൈസ്ഡ് ആയത്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയുർവേദമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം പോയി മുട്ട കുറേ അങ്ങ് എടുത്ത് വെച്ചാൽ അന്ന് രാത്രി എനിക്ക് കാണായിരുന്നു ഇൻഫ്ലമേഷൻ. സോ ഇറ്റ് ഹാപ്പൻസ് വിത്ത് മീ ഓഫൻ. ഞാൻ പോലും അറിയാതെ ചില സമയത്ത് മുട്ട കൺസംഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വരുന്നുണ്ട്. അപ്പം അതുപോലെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ് നിങ്ങൾക്ക് ട്രിഗർ ആവാനും സാധ്യതയുണ്ട്. സോ എന്ന് കരുതി നിങ്ങൾക്ക് വിഷമം വന്നിട്ട് അയ്യോ ഇനി ഇതിൻ്റെ അത്രയും ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. ടൊമാറ്റോസിനെ അതിനായിട്ടുള്ള പ്യൂറേ വേറെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ പുളി വെച്ചിട്ടോ അല്ലെങ്കിൽ ആ പുളി കോണ്ടന്റ് വരുന്ന എന്തും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെ യൂട്യൂബിലൊന്ന് അടിച്ചാൽ മതി. നമുക്ക് എന്താ പറയുക, തക്കാളി കറി വിത്തൗട്ട് തക്കാളി എങ്ങനെയെന്ന് വരെ നമുക്ക് കിട്ടും. പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ആക്സസ് വി ഹാവ് ടുവേർഡ്സ് സോഷ്യൽ മീഡിയ. പിന്നെ എൻ്റെ ഒരു സ്ഥിരം ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇതൊരു മീലാണ് എൻ്റെത്. ഇറ്റ്സ് ഒരു ഡിന്നർ മീലാണ്, വിച്ച് ഈസ് സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള HS പേഷ്യൻസിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മീലാണ് അത്. ഇൻ ടേംസ് ഓഫ് കാലറി കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വെയിറ്റ് ലോസിൻ്റെ ഒരു ജേർണിയിലാണെന്നുണ്ടെങ്കിലും അതിൽ വളരെ നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ അതിനകത്ത്
സ്വീറ്റ് പൊട്ടറ്റോ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ സ്വീറ്റ് പൊട്ടറ്റോ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. അങ്ങനെയുള്ള കുറച്ച് ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ്, ഇപ്പം ചീര റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഹൈ ഫൈബർ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. പിന്നെ ഈവൻ പോപ്കോൺ, ചില സമയത്ത് നമ്മളിപ്പോൾ ജങ്ക് ഫുഡിനകത്ത് പോപ്കോൺ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയില്ല, പക്ഷേ പോപ്കോൺ വെൻ നോ ഫ്ലേവേഴ്സ് ആർ ആഡഡ് അല്ലെങ്കിൽ വെൻ ഇറ്റ്സ് നോട്ട് റിയലി ഫ്രൈഡ്, അതല്ലാതെ നമുക്കതൊരു എയർ പോപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഓക്കെയാണ്. സോ നമ്മൾ HS പേഷ്യൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ലൈക്ക് എ ലൈഫ് ലോങ്, കുറേ പേർക്ക് ലൈഫ് ലോങ് ഡിസീസ് തന്നെയാണ്, അതിനൊരു പെർമനൻറ്റ് ക്യൂർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ക്യൂർ ചെയ്യാനും അത് വരാതിരിക്കാനും നമുക്ക് നോക്കാവുന്നത് ഓൺലി ത്രൂ ഡയറ്റ്. ഓക്കെ, ആൻഡ് ഹെൽത്തി ഡയറ്റ് മാത്രമല്ല ടേസ്റ്റി ഡയറ്റ് വരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇത് ഒന്ന് കെയർഫുള്ളായിട്ട് നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ആം സ്റ്റിൽ എൻജോയിങ്. എനിക്കിപ്പം ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കേക്കിൻ്റെ കഷ്ണം കിട്ടിയാൽ ഞാനത് കഴിക്കും. അത് എല്ലാ ദിവസവും പക്ഷെ അത് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫിഷിലോട്ട് ഫിഷ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ചിക്കൻ, ബട്ട് ഇൻ മിനിമം ക്വാണ്ടിറ്റീസ്, ഗ്രില്ല് ചെയ്ത് നല്ല ഫ്രഷ് ചിക്കൻ, പ്രോസസ്ഡ് അല്ലാത്ത അതെടുക്കാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാവുന്ന മീൽസ് എങ്ങനെ വേണമെച്ചാലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ വീഡിയോയിൽ HS കുറിച്ച് ഞാൻ സംസാരിച്ച വീഡിയോയ്ക്ക് ശേഷം ഇപ്പോഴും ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഏതായിരുന്നു ആ ഡോക്ടർ, എവിടെയായിരുന്നു പോയെന്ന് നമ്പർ കിട്ടുമോ, കോൺടാക്ട് കിട്ടുമോ. ഞാൻ കൃത്യമായി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഡോക്ടറിൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾ വിളിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിനകത്തും ഞാൻ വേണമെങ്കിൽ ആ വീഡിയോയിലുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, സോ യു ക്യാൻ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാവരും ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുക. ഇങ്ങനത്തെ നമ്മൾ ഡയറ്റാണ് എന്തിനും പ്രധാനം. നമ്മളിപ്പോൾ ജിമ്മ് ജോയിൻ ചെയ്തു, എല്ലാ ദിവസവും പോകുന്നുണ്ട്, വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്ന് പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അത് ഒരു 30% നമ്മുടെ ലൈഫിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി 70% നമ്മളെ ഡയറ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വെയിറ്റ്. ഡോക്ടേഴ്സ് ആദ്യം പറയുന്നത് ബേക്കറി ഫുഡും ഇങ്ങനത്തെ റെഡ് മീറ്റും അവോയ്ഡ് ചെയ്യാനാണ്. പക്ഷേ അത് കൂടാതെ നമ്മൾ കെയർഫുൾ ആക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അവോയ്ഡ് ചെയ്യാൻ. നമ്മൾ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. ഡെയിലി കാർഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൗട്ട് പോലെ ഡാൻസോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിനെ മാക്സിമം ആക്റ്റീവ് ആക്കുക. സ്വെറ്റ് ഇറ്റ് ഔട്ട്, ടോൺ യുവർ ബോഡി. അവിടെ തന്നെ നമുക്ക് ഡിഫറൻസസ് ഹൈഡ്രോനൈറ്റിസ് സപ്പോർട്ടീവ് പേഷ്യൻസിന് ഓവർ ദി ഇയേഴ്സ് കാണാൻ തുടങ്ങും. ഡയറ്റ് മെയിൻലി, അതാണ് മാജിക്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.